ഏന്തയാർ ടൗണിൽ SBIയുടെയും കേരള ബാങ്കിന്റെയും 2 ATMകളാണ് ഉള്ളത്. ഇത് രണ്ടും പ്രവർത്തനരഹിതമായിട്ട് നാളുകൾ പിന്നിടുന്നതായി പ്രദേശവാസികൾ കുറ്റപ്പെടുത്തുന്നു. ഏന്തയാർ, ഇളങ്കാട്, മുക്കുളം, വടക്കേമല അടക്കമുള്ള മലയോര മേഖലയിലെ ആളുകളുടെ ആശ്രയമാണ് ഏന്തയാർ ടൗണിലുള്ള 2 ATMകൾ. എന്നാൽ ഒട്ടുമിക്ക ദിവസങ്ങളിലും ഈ ATMകൾ പ്രവർത്തനരഹിതമാകുന്നതോടെ പ്രദേശവാസികൾ കടുത്ത ദുരിതത്തിലാകും. അത്യാവശ്യ ഘട്ടങ്ങളിൽ ആളുകൾ ഓട്ടോറിക്ഷ വിളിച്ച് കൂട്ടിക്കൽ എത്തിയാണ് ATMിൽ നിന്നും പണം പിൻവലിക്കുന്നത്. അല്ല, ഇത് വല്ല കാലത്ത് വർക്ക് ചെയ്യുള്ളൂ. നമ്മൾ അത്യാവശ്യം കൊണ്ട് ഹോസ്പിറ്റലിൽ പോകാനോ അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും അടിയന്തര ഘട്ടത്തിൽ വന്നു കഴിഞ്ഞാൽ ഒരു പ്രയോജനമില്ല. ഇല്ല, ATM ഉണ്ട്, SBIയുടെ ഉണ്ട്, SBIയുടെ അവിടെ ഇല്ല. അവിടെ ഇല്ലെന്നുള്ള ഞാൻ രാവിലെ അവിടെയെങ്കിലും നോക്കിയത്. അവിടെയൊക്കെ ഇതേ ഇന്ന് അടിച്ച റെസീറ്റ് ചെയ്ത് ഇതാ നമുക്ക് അവിടെ നിന്ന് പൈസയ്ക്ക് വരെ കിട്ടിയത്. അതുകൊണ്ട് ഇത് യാതൊരു പ്രശ്നം, ഇത് ഞങ്ങൾ വലിയ പ്രക്ഷോഭം ഉണ്ടാക്കാതെ ഇത് നടക്കരുത്. ഞങ്ങളത് ചെയ്യുമത്. ഇത് എന്തിനിങ്ങനെ ഒരു ഇത് ശവപ്പെട്ടി പോലെ വെച്ചുകൊണ്ടിരിക്കുന്നത്? ഇതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനം വേണ്ടേ ആളുകൾക്ക്? പബ്ലിക്കിന് യാതൊരു പ്രയോജനമില്ല. ഇതിപ്പോൾ ആളുകൾ ഈ സമയമായതുകൊണ്ടാണ് ആളുകളുടെ കുറവ് നിൽക്കുന്നത്. അതുകൊണ്ട് ഇതിനൊരു പരിഹാരം ഉണ്ടായേ പറ്റുള്ളൂ. അടിയന്തരമായിട്ടുണ്ടാകണം, എമർജൻസി ആയിട്ട്. നാട്ടുകാരുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിക്കുമ്പോൾ ATMകൾ പ്രവർത്തന സജ്ജമാക്കുകയും പിന്നീട് ദിവസങ്ങൾ പിന്നിടും മുമ്പേ ഇത് വീണ്ടും പ്രവർത്തനരഹിതമാകുകയും ചെയ്യുകയാണ്. കുത്തക കമ്പനികളുടെ സ്വകാര്യ ATMകൾ സ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള ഗൂഢനീക്കമാണ് ഇതിന് പിന്നിലെന്നും നാട്ടുകാർ ആരോപിക്കുന്നു. ഇത്തരം ATMകൾ സ്ഥാപിച്ചാൽ അതിൽ നിന്ന് പണം പിൻവലിക്കുമ്പോൾ ഉപഭോക്താക്കളിൽ നിന്നും വലിയ തുക കമ്മീഷൻ ഇനത്തിൽ ഈടാക്കുമെന്നും പറയപ്പെടുന്നു. ഞാൻ ഐശ്വര്യ ജനശ്രീയുടെ പ്രസിഡൻ്റാണ്, ഏന്തയാർ ശാഖ. ഞങ്ങളുടെ ഇവിടെ 2 ATM ഉണ്ട്. ഒന്ന് കേരള ബാങ്കിൻ്റെയും ഒന്ന് നമ്മുടെ SBIയുടെയും. ആഴ്ചകളായി മാസങ്ങളായി ഇത് പ്രവർത്തനരഹിതമായിട്ടിരിക്കുകയാണ്. അത്യാവശ്യം ഘട്ടങ്ങളിൽ എന്തെങ്കിലും ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ, ഒരു പൈസയുടെ ആവശ്യം വന്നു കഴിഞ്ഞാൽ തെക്കോട്ടും വടക്കോട്ടും ഓടി നടക്കണം, ബാങ്കിലോട്ട് വരണം. ഇങ്ങനെ ഒരു ATM കൊണ്ട് ഇവിടെ നാട്ടുകാർക്കോ ഇതിൻ്റെ ഉപഭോക്താക്കൾക്കോ യാതൊരു പ്രയോജനവുമില്ല നിലവിൽ. ഈ നിലയിൽ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇത് പ്രയാസമാണ്. ഞങ്ങൾ നാട്ടുകാരെല്ലാം കൂടെ സംഘടിച്ചുകൊണ്ട് ഇതിനെതിരായിട്ട് ശക്തമായ പ്രതിഷേധം ആരംഭിക്കുവാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഉത്തരവാദിത്തപ്പെട്ടവർ, അധികാരികൾ എത്രയും വേഗം ഇതിനു വേണ്ട നടപടികൾ എടുത്ത് ഈ ATM രണ്ടും പ്രവർത്തനക്ഷമമാക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. നിലവിലുള്ള ATMകൾ പ്രവർത്തന സജ്ജമാക്കിയില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്ന് സന്നദ്ധ സംഘടനാ ഭാരവാഹികളും അറിയിച്ചു. ഏന്തയാർ ഐശ്വര്യ ജനശ്രീയിലെ ഒരു മെമ്പറാണ്. ഞങ്ങൾക്കിവിടെ കേരള ബാങ്കിൻ്റെയും SBIയുടെയും 2 ATM ശാഖകളുണ്ട്. ഈ രണ്ടും അത്യാവശ്യത്തിന് ഉപകാരപ്പെടുന്നില്ല. എന്ന് വന്നു കഴിഞ്ഞാലും ഔട്ട് ഓഫ് ഓർഡറാണ്. ചിലപ്പോഴൊക്കെ ഇത് ട്രാൻസാക്ഷനിലെല്ലാം നടക്കുന്ന പോലെ കാണിക്കും. അത് കഴിയുമ്പോൾ സോറി, ലാസ്റ്റ് കാശും കിട്ടത്തില്ല. ഇങ്ങനെയുള്ള ദുരിതങ്ങളാണ് ഏന്തയാറുകാർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനൊരു ശാശ്വത പരിഹാരം അധികാരപ്പെട്ട ആളുകൾ ഉണ്ടാക്കിത്തരണം. ന്യൂസ് ബ്യൂറോ, മുണ്ടക്കയം.